ശനിയാഴ്ച അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. 8 മണിക്കാണ് ക്ലോസിങ് ടൈം. അപ്പോഴേക്കും സ്റ്റോക്കൊക്കെ ക്ലിയറാക്കി കണക്കുകളൊക്കെ സെറ്റാക്കണ പണിയിലാണ് എല്ലാവരും. സ്റ്റോക്കൊക്കെ ടാലി കൊണ്ട് അധികം ടൈം എടുക്കാണ്ട് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റി. സൺഡേ മാത്രം ലീവുള്ള എന്നെപ്പോലെ ജോലി ചെയ്യണ ഏതൊരാൾക്കും സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പി നൈറ്റ് ആയിരിക്കും. അതും അച്ഛൻ വീട്ടിലില്ല, വൈഫ് ഹൗസിലാണ്. അവിടെ പോകണം. സംസാരിച്ചൊന്നും നിൽക്കാണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് വരാനുള്ള പരിപാടി സെറ്റാക്കി. അങ്ങനെ വീട്ടിലെത്തി. വണ്ടി മഴ കൊള്ളാണ്ട് കയറ്റി വെച്ച് കവർ ചെയ്ത് സെറ്റാക്കി. പെട്ടെന്ന് തന്നെ നാളേക്കുള്ള ഐറ്റംസൊക്കെ പാക്ക് ചെയ്തു. കുളിച്ച് ഫ്രഷായി ഒരു പഴവും കട്ടനും കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് 1 hour എടുക്കും അങ്ങോട്ട്. മഴ ഇല്ലാത്തതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും. അതുവിന് എന്തെങ്കിലും ചോക്ലേറ്റ്സ് വാങ്ങാമെന്ന് വെച്ചൊരു ഷോപ്പിൽ കയറി. ഒരു ഡാർക്ക് ഫാൻറ്റസിയും വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അതുവിൻ്റെ അടുത്തെത്തി. അയ്യോ പോയടാ. എത്ര വലിയ ടെൻഷനായിട്ട് വന്നാലും എത്ര ക്ഷീണിച്ച് വന്നാലും ഈ സ്നേഹം കണ്ട ആ ടെൻഷനും വിഷമമൊക്കെ എവിടേക്ക് പോയെന്ന് തന്നെ മനസ്സിലാവില്ല. എന്നെപ്പോലെ തന്നെ ആദ്യം ഫുള്ള് ഹാപ്പിയാണ്. അതാണ് ഈ കാട്ടണത്. ആദ്യന് ചോക്ലേറ്റ്സ് നല്ല ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഡാർക്ക് ഫാൻറ്റസി. അതാണ് ഇതന്നെ വാങ്ങി വന്നത്. എന്നിട്ട് അവനത് ശ്രദ്ധിക്കാണ്ട് ബാഗിൽ വേറെ വല്ല ഐറ്റംസ് ഉണ്ടോയെന്ന് തപ്പിക്കൊണ്ടിരിക്കുക. ബോക്സ് പൊട്ടിച്ചു കൊടുത്തപ്പോൾ അതിലെ ചോക്ലേറ്റ്സൊക്കെ വലിച്ച് പുറത്തിടണം അവൻ. ഷോപ്പിൽ നിന്ന് ഇറങ്ങി 1 hour ട്രാവൽ ചെയ്ത് ഞാനിവിടെ എത്തുമ്പോഴത്തേനും ആദ്യം ഉറങ്ങുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഉമ്മയുടെയും കൂടെ കളിച്ചിരുന്ന് പയ്യെ ഉറങ്ങാനുള്ള മൈൻഡ് സെറ്റായി വരികയായിരുന്നു അവനക്ക്. ആ നേരത്താണ് ഞാൻ വന്നത്. അതോടെ അവൻ്റെ ഉറക്കം പോയി. ആദ്യം അച്ഛൻ്റെ ഉമ്മയായിട്ട് നല്ല ക്ലോസാണ്. ഞാനും അച്ഛനും അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരാളുടെ കൂടെ അവൻ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ ഉമ്മയുടെ കൂടെ ആയിരിക്കും. പകലൊക്കെ നല്ല നേരം പോക്കാണ് ഇവിടെ. അടുത്ത് കുറേ കുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേനും കുട്ടികളൊക്കെ ഇവിടെ പ്രസൻ്റ് ആയിരിക്കും. നാളത്തെ സൺഡേ കുറേ പരിപാടികളുണ്ട്. പെരുന്നാളായിട്ട് ഡ്രസ്സൊക്കെ എടുക്കണം. പിന്നെ അതുൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആവാനായിട്ടുണ്ട്. അതിൻ്റെ കുറേ പരിപാടികളൊക്കെ സെറ്റാക്കണം. ഹോള് നോക്കാനൊക്കെ പോകണം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ. അതിന് ചോക്ലേറ്റ്സ് കഴിച്ച് മതിയെന്ന് തോന്നുന്നുണ്ട്. അവൻ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, വിശന്ന് തുടങ്ങി. എന്താ സ്പെഷ്യലെന്ന് അറിയില്ല. അമ്മായിമ്മ നല്ല നൈസായിട്ട് അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കും. എന്നാൽ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.